കണ്ണൂർ തളിപ്പറമ്പിൽ തീപിടുത്തമുണ്ടായി. ദേശീയപാതയോട് ചേർന്ന കടകളിലാണ് തീപിടുത്തമുണ്ടായി. ഫെലിക്സ് വിവരങ്ങളുമായി ചെന്ന്. ഫെലിക്സ്, എത്രത്തോളം ഗൗരവമുള്ള സാഹചര്യമാണ്? അതിനെ സ്വർണം പൂശി കണ്ണൂർ തളിപ്പറമ്പിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഭയാനകമായ ദൃശ്യങ്ങളാണ്. ദേശീയപാതയോട് ചേർന്നുണ്ടായ തീപിടുത്തമാണ്. കടകളിൽ തീപിടിച്ചു. അത് പരിപൂർണമായി കത്തി നശിക്കുന്നുവെന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. തീപിടുത്തത്തിൽ കടയുടെ മേൽഭാഗമൊക്കെ താഴേക്ക് വീഴുകയാണ്. ഫെലിക്സ്, ആരെങ്കിലും പെട്ടിട്ടുണ്ടോ? എത്രത്തോളം ഗൗരവമുള്ള സംഭവമാണ്? അല്പം മുമ്പാണ് ഈ തീപിടുത്തം ഉണ്ടായത്. അതായത് തളിപ്പറമ്പ് ടൗണിലാണ്, അതായത് ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് ദേശീയപാതയോടത്തോട് ചേർന്നുള്ള കടകൾക്കാണ് തീപിടിച്ചിട്ടുള്ളത്. അത് മാർക്കറ്റുമായി ബന്ധപ്പെടുന്ന സ്ഥലമാണ്. അവിടെ ധാരാളം കടകളുണ്ട്, മൊബൈൽ ഷോപ്പുകളുണ്ട്, ഒപ്പം മറ്റ് ഫാൻസി കടകളുണ്ട്, ചെരുപ്പ് കടകളുണ്ട്, അങ്ങനെ ധാരാളം കടകളുള്ള സ്ഥലമാണ്. ഇപ്പോൾ ഒരു മാർക്കറ്റോട് ചേർന്ന പ്രദേശമാണ്. ഇപ്പോൾ തീപിടുത്തം ഉണ്ടായിട്ടുള്ളത് ഈ പറയുന്ന ഈ ദേശീയപാതയോടത്തോട് ചേർന്ന കടകളിലാണെങ്കിൽ അതിന് ഉൾവശത്ത് നിറയെ ചെറിയ ചെറിയ മൊബൈൽ ഷോപ്പുകൾ, തുണിക്കടകളൊക്കെ ഉള്ള, വസ്ത്രാലയങ്ങളൊക്കെ ഉള്ള ധാരാളം ചെറിയ കടകളുള്ള ഒരു ഇടമാണ് മാർക്കറ്റോട് ചേർന്ന പ്രദേശം. തീർച്ചയായിട്ടും അവിടെയാണ് ഈ വലിയ തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. തീപിടുത്തത്തിന് കാരണം എന്താണെന്ന് വ്യക്തമല്ല, പക്ഷേ വലിയ തീപിടുത്തമാണ് ഉണ്ടായിട്ടുള്ളത്. അഗ്നിശമന സേന തളിപ്പറമ്പിൽ നിന്നും എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ പയ്യന്നൂരിൽ നിന്നും കണ്ണൂരിൽ നിന്നുമുള്ള സേന ഇവിടേക്ക് എത്തുന്നുണ്ട്. ഏതായാലും ഇതുവരെ ആളപായം ഉണ്ടായതായുള്ള വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമല്ല. പക്ഷെ ഉണ്ടായിരിക്കുന്നത് വലിയ തീപിടുത്തമാണ്, വലിയ നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. വ്യക്തമാണ്, വലിയ തീപിടുത്തമാണ്. അഗ്നി ആ കെട്ടിടം ആകെ വീഴുകയാണ്. ആരെങ്കിലും അകപ്പെട്ടിട്ടുണ്ടോ? അക്കാര്യത്തിൽ എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ആരെങ്കിലുമായി സംസാരിക്കാൻ കഴിഞ്ഞിരുന്നോ? രതീഷ്, അത്തരത്തിലൊരു വിവരവും ഇപ്പോൾ ഇല്ല. പക്ഷേ ധാരാളം കടകളുള്ള, ധാരാളം ആളുകൾ ഉള്ള, അതായത് തിങ്ങി കടകളുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ആളുകൾ ഏതെങ്കിലും തരത്തിൽ കുടുങ്ങിപ്പോയിട്ടുണ്ടോ എന്നറിയില്ല. ഏതായാലും ഈ പോലീസും അഗ്നിശമന സേനയും ഒക്കെ തന്നെ സ്ഥലത്തെത്തി പരിശോധനകൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് തീപിടുത്തത്തിന്റെ കാരണം എന്നതിൽ ഇപ്പോൾ ഒരു വ്യക്തതയില്ല. പക്ഷേ വലിയ തീപിടുത്തം ഉണ്ടായിരിക്കുന്നു എന്നതാണ്. ദേശീയപാതയോടത്തോട് ചേർന്നാണ് ഇപ്പോൾ വലിയ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. അത് വലിയ ആശങ്ക തന്നെ സൃഷ്ടിക്കുന്നുണ്ട്. ഇത് നമ്മൾ തളിപ്പറമ്പിൽ നിന്നും കണ്ണൂരിലേക്ക് വരുമ്പോൾ തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് ഉള്ള ഇടതുവശത്തായുള്ള കടകൾക്കാണ് ഇപ്പോൾ തീപിടിച്ചിട്ടുള്ളത്. ഈ നിരയിൽ നിരവധി കടകളുണ്ടോ? ഇപ്പോൾ നിരവധി കടകളുള്ള സ്ഥലമാണ് നേരത്തെ ഫെലിക്സ് പറഞ്ഞിരുന്നു. ഇപ്പോൾ ദൃശ്യത്തിൽ കാണുന്നത് ഒരു 3 നില കെട്ടിടം അല്ലേ? ആ കെട്ടിടം പരിപൂർണമായി കത്തുന്നതാണ്. വലിയ പുകച്ചുരുളുകൾ ഉയരുന്നുണ്ട്, വലിയ തീയാണ്. പിന്നിലേക്കും ധാരാളം കെട്ടിടങ്ങളുണ്ടോ? വശത്തേക്കും കെട്ടിടങ്ങൾ ഒരുപാടുണ്ടോ? പക്ഷേ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ആശങ്ക ഒരു കടയിൽ നിന്ന് മറ്റൊരു കടയിലേക്ക് ഈ തീ പടരുന്നു എന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ധാരാളം കടകൾ തിങ്ങി നിൽക്കുന്നൊരു പ്രദേശമാണ്. അതായത് പിന്നെ ഒരുമിച്ച് ധാരാളം കടകളുള്ള ഒരു ഷോപ്പിംഗ് മാള് പോലെ ചെറിയ ചെറിയ കടകൾ ധാരാളമുള്ളൊരു ഏരിയയാണ് ആ ഭാഗം. അവിടെയാണ് ഈ തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. സ്വാഭാവികമായും ഈ പടർന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു വശത്തു നിന്ന് മറ്റൊരിടത്തേക്ക് ഈ അതിവേഗം പടർന്നുകൊണ്ടിരിക്കുന്ന സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അപ്പോൾ അത് വലിയ ആശങ്കയായി മാറുന്നുണ്ട്. ഈ അഗ്നിശമന സേന പയ്യന്നൂരിൽ നിന്നും തളിപ്പറമ്പ് കണ്ണൂരിൽ നിന്നും എത്തിയാൽ പോലും വളരെ എളുപ്പത്തിൽ ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കാരണം ഈ ചെരുപ്പ് കടകളുണ്ട്, തുണിക്കടകൾ, അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ തുണി വിൽക്കുന്ന കടകൾ ധാരാളമായി അവിടെ ഉണ്ട് എന്നതാണ്. ആ കടകളിലേക്ക് അടക്കം തീ പടരുന്നുണ്ട്. അതിനോട് ചേർന്ന് ഈ ഫാൻസി കടകൾ, അവിടെയൊക്കെ ഇപ്പോൾ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്.